നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണ കമ്പനി അധികൃതർ കാണേണ്ടവരെ വേണ്ടവിധം കണ്ടതുകൊണ്ടാണ് ജനങ്ങൾക്ക് ദുരിതം വിതച്ചുകൊണ്ടും സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് പരിസ്ഥിതി പ്രവർത്തകനായ CR നീലകണ്ഠൻ. അരൂരിലെയും ചന്തിരൂരിലെയും ജനകീയ സമിതികളും റെസിഡൻസ് അസോസിയേഷനുകളും ഒരുമിച്ച് നടത്തിയ പ്രതിഷേധ ബൈക്ക് റാലിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു CR നീലകണ്ഠൻ. വാർത്തകൾ വിശദമായി. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണ കമ്പനി അധികൃതർ കാണേണ്ടവരെ വേണ്ടതുപോലെ കണ്ടതുകൊണ്ടാണ് ജനങ്ങൾക്ക് ദുരിതം വിതച്ചുകൊണ്ടും സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായ CR നീലകണ്ഠൻ പ്രസ്താവിച്ചു. രാഷ്ട്രീയ ജാതി മത വ്യത്യാസമൊന്നുമില്ല. റോട്ടറി ക്ലബായാലും ബഹുമാനപ്പെട്ട പുരോഹിതന്റെ നേതൃത്വത്തിൽ നമ്മുടെ മറ്റ് സമരസമിതികളായാലും അരൂരിലെയും ചന്തിരൂരിലെയും ജനകീയ സമിതികളും റെസിഡൻസ് അസോസിയേഷനുകളും ഒരുമിച്ച് നടത്തിയ പ്രതിഷേധ ബൈക്ക് റാലിയുടെ സമാപന സമ്മേളനം അരൂർ ബൈപ്പാസ് കവലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു CR നീലകണ്ഠൻ. ഉയരപ്പാത നിർമ്മാണം മൂലം ഭരണഘടന അനുശാസിക്കുന്ന സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നതിൽ പ്രതിഷേധിച്ച് ചന്തിരൂർ ജനകീയ സമിതിയും സംയുക്ത റെസിഡൻസ് അസോസിയേഷനുകളും ഒരുമിച്ച് ചേർന്ന് പ്രതിഷേധ ബൈക്ക് റാലിയും സമ്മേളനവും നടത്തി. ആഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യദിനത്തിൽ രാവിലെ 10 മണിക്ക് ചന്തിരൂർ സെന്റ് മേരീസ് പള്ളിക്ക് സമീപത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ ബൈക്ക് റാലി ജനകീയ സമിതി ചെയർമാൻ VP ഹമീദ് ഫ്ലാഗ് ഓഫ് ചെയ്തു. റാലിയുടെ സമാപന കേന്ദ്രമായ അരൂർ ബൈപ്പാസ് കവലയിൽ നടന്ന പ്രതിഷേധ സമ്മേളനം പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. സമിതി ചെയർമാൻ ഉബൈദ് അധ്യക്ഷത വഹിച്ചു. പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചന്ദ്രൂർ ജനകീയ സമിതിയും സംയുക്ത റെസിഡൻസ് അസോസിയേഷനും തമ്മിൽ നടത്തുന്ന 4ാമത്തെ ഒരു സമരവുമാണ് നമ്മൾ ഇന്നിവിടെ നടത്തുന്നത്. നമ്മൾക്കിങ്ങനെ ഒരു സമരം ചെയ്യേണ്ടി വരുന്ന ആവശ്യം എന്തെന്ന് വെച്ചാൽ നമ്മളുടെ ആവലാതികളും വേവലാതികളും മനസ്സിലാക്കേണ്ട ഇവിടുത്തെ ഭരണവർഗ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ മൗനത്തിലായതുകൊണ്ടിട്ടാണ് ജനങ്ങൾക്ക് സംഘടിച്ച് ഒരു ജനകീയ സമിതി രൂപീകരിച്ച് ഇതുപോലെ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകേണ്ടി വന്നത്. EC ബെന്നി സ്വാഗതം ആശംസിച്ചു. നമ്മുടെ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത് അവർ മുൻപന്തിയിലുണ്ട്. ഇപ്പോഴും നമ്മുടെ ജില്ലാ പ്രസിഡന്റും ഈ അരൂർ നിവാസിയും കൂടിയാണ്. ഓരോ ദിവസവും നമുക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ നേരിൽ കണ്ട് ബോധ്യപ്പെടുന്ന ആൾക്കാരാണ്. എത്രയും പെട്ടെന്ന് ഒരു ശാശ്വത പരിഹാരമാണ് നമ്മൾ ഇത് ആവശ്യപ്പെടുന്നത്. ഫാദർ ജോസഫ് കരുത്തോടത്ത്, VK ഗൗരീശൻ, KP അംബുജാക്ഷൻ, തട്ടാവീട് മോഹനൻ, അഡ്വക്കേറ്റ് സ്മിത സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഉദ്ഘാടകൻ CR നീലകണ്ഠന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ. റിട്ടയർ ചെയ്തതിന് ശേഷം അധികം ഇങ്ങോട്ട് വരാറില്ലെങ്കിലും അരൂരുമായി അത്ര കാലത്തെ ആത്മബന്ധമുണ്ട്. നമ്മളിന്ന് അരൂരിലെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ചന്തിരൂർ വരെ അല്ലെങ്കിൽ തുറവൂർ വരെയുള്ള ജനങ്ങൾ പല വിധത്തിൽ അനുഭവിക്കുന്ന ഒരു വലിയ ദുരിതത്തിൻ്റെ അതിന് പരിഹാരം കാണാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് അദ്ദേഹത്തിന്റെ വെല്ലുവണ്ടി അന്ന് വരെ നടക്കാൻ കഴിയാത്ത പ്രദേശങ്ങളിൽ അവർക്ക് കടന്നു ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ പ്രദേശങ്ങളിലൂടെ വില്ലുവണ്ടി ഓടിച്ച് ആ വഴിയിലൂടെ നടന്നിട്ടാണ് കേരളം ഇത്രയധികം മുന്നോട്ട് പോയത് എന്ന് നമ്മൾ ഓർക്കുക. അത് വിദ്യാഭ്യാസത്തിന്റെ വഴിയായിരുന്നു, അധികാരത്തിന്റെ വഴിയായിരുന്നു, സാമൂഹ്യ വിപ്ലവത്തിന്റെ വഴിയായിരുന്നു, സമത്വത്തിന്റെ വഴിയായിരുന്നു. നമ്മൾ ആരും ഒരു വികസനത്തിനും എതിരല്ല. ഈ മേൽപ്പാത എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ വളരെ ആദ്യം ദേശീയപാതയുമായി ബന്ധപ്പെട്ട നിരവധി സമരങ്ങളിൽ പങ്കെടുത്ത് അതിന്റെ കുടിയൊഴിക്കലുമായി ബന്ധപ്പെട്ട ഒക്കെയുള്ള സമരങ്ങൾ, ടോളുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ കേരളത്തിന് ഏറ്റവും യോജിക്കുക ഒരു മേൽപ്പാതയാണ് എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. കാരണം കുറച്ച് ഭൂമിയെ നമുക്കുള്ളൂ. അതുകൊണ്ട് മേൽപ്പാതയല്ല പ്രശ്നം എന്ന് നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ ഏത് വികസന പദ്ധതികൾ വരുമ്പോഴും ആ പദ്ധതി നല്ലതാണെങ്കിൽ പോലും അത് നടപ്പാക്കുന്ന രീതി പലപ്പോഴും നമുക്ക് ദുരിതങ്ങളിലേക്കാണ് നയിക്കാറുള്ളത്. ഒരു പദ്ധതിയെ പറ്റി ആലോചിക്കുമ്പോൾ അതിന്റെ സാമൂഹ്യ ആഘാത പഠനം, അത് സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് ഈ പദ്ധതിയിൽ നടത്തിയിട്ടുണ്ട്. അതിന്റെ പാരിസ്ഥിതിക ആഘാത പഠനം, എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് അത് നടത്തണം. സൗകര്യം ഏത്
സ്ഥലത്തും ഉണ്ടാക്കണം എന്നത് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള റോഡ് നിർമ്മാണം നടക്കുമ്പോൾ ആദ്യത്തെ ആവശ്യമാണ്. കാരണം റോഡ് മുറിച്ച് കടക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ആളുകൾക്ക് പോകാൻ കഴിയും. അത് നമ്മൾ ഒരു കാലത്തും പരിഗണിച്ചിട്ടില്ല, ഇവിടെ പരിഗണിച്ചിട്ടില്ല. ഇത് പദ്ധതി നടപ്പാക്കാൻ തീരുമാനിക്കുമ്പോൾ അതിന്റെ എന്താ പറയുക, DPRന് അനുമതി കൊടുത്ത ആളുകൾ മുതൽ പരിശോധിക്കണം. ഇതൊക്കെ വളരെ ശാസ്ത്രീയമായി വലിയ വലിയ എഞ്ചിനീയർമാർ, വലിയ വലിയ സ്ഥാപനങ്ങൾ അനേക ദിവസങ്ങൾ, വർഷങ്ങൾ പഠനം നടത്തി തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ അനുസരിച്ചാണ് ഈ ഓരോ പദ്ധതി നടക്കുന്നത്. ഇനി 2 വർഷം മിനിമം ഇതെടുക്കും. അപ്പൊ അത്രയും കാലം ഈ ഒരു ബദൽ സംവിധാനങ്ങളുമില്ലാതെ ഈ പാത മുമ്പോട്ട് പോകാൻ അത്തരമൊരു സാമൂഹ്യാഘാത പഠനത്തിന് ഒപ്പിട്ട് കൊടുത്ത ആളുകൾ ആരാണ് എന്ന് പരിശോധിക്കുന്നത്. പക്ഷെ മനുഷ്യന്റെ സംരക്ഷണത്തിന് വേണ്ടി പറയണം എന്നൊരവസ്ഥയിൽ നമ്മൾ എത്തി നിൽക്കുന്നു എന്നതാണ് ഇപ്പോൾ ഉള്ള പ്രശ്നം. അത് പശ്ചിമഘട്ടത്തിൽ മുതൽ തീരദേശം വരെ എല്ലായിടത്തും മനുഷ്യജീവന് ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിൽ പാരിസ്ഥിതികമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. കാക്കനാടും കളമശ്ശേരിയിലും ഈ വർഷം നമുക്ക് മേഘവിസ്ഫോടനമുണ്ടായി. വെള്ളരിമലയിൽ ഉണ്ടായ മേഘവിസ്ഫോടനമാണ്. എന്താണെന്ന് അറിയില്ല. ഇപ്പൊ നമ്മൾ വയനാട്ടിലെ 500 മനുഷ്യരുടെ ജീവൻ, കുറെ ആളുകളെ കാണാതാവുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ നീരൊഴുക്കിനെ പറ്റി പഠിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ മനുഷ്യരുടെ യാത്രാ ജീവിതത്തെ പറ്റി പഠിച്ചിട്ടുണ്ടോ? ഈ റോഡ് ആളുകൾ എത്ര പ്രാവശ്യം ക്രോസ് ചെയ്യുന്നതെന്ന് പഠിച്ചിട്ടുണ്ടോ? ഇതിലെ ഒരു ദിവസം എത്ര ആളുകൾ, സാധാരണ എത്ര കുട്ടികൾ പോകുന്നു, എത്ര വിദ്യാലയങ്ങൾ ഇവിടെയുണ്ട്, അത്ര കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എത്ര ദേവാലയങ്ങൾ ഇവിടെയുണ്ട്? ഞാനിത് പറഞ്ഞത് കൂടുതൽ ആളുകൾ ഒന്നിച്ചു വരികയും പോവുകയും ചെയ്യുന്ന സ്ഥലങ്ങളാണ് വിദ്യാലയങ്ങൾ, ദേവാലയങ്ങൾ, ആതുരാലയങ്ങളൊക്കെ. ഇവരെയൊക്കെ വേണ്ട രീതിയിൽ കണ്ടിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥർ, ഞാൻ ഒരുപാട് മീറ്റിങ്ങുകളിൽ ദേശീയപാതയുടെ NHAയുടെ മീറ്റിങ്ങും കരാറുകാരുടെ മീറ്റിങ്ങും എഞ്ചിനീയർമാരുടെ മീറ്റിങ്ങും സാമൂഹ്യ പ്രവർത്തകരുടെ മീറ്റിങ്ങിലും പങ്കെടുത്തിട്ടുണ്ട്. ഈ കരാറുകാരൻ പറയുന്നതിനപ്പുറത്തൊരു വാക്ക് പറയാൻ ഒരു എഞ്ചിനീയർ പോലും NHAയിൽ തയ്യാറാവും. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, യോഗത്തിന് പോയിട്ടുണ്ടെങ്കിൽ അറിയാം. ഒരക്ഷരമുണ്ടല്ല. കരാറുകാരനെ നോക്കിയാൽ മതി NHAയിൽ എഞ്ചിനീയർ. കാരണം അങ്ങനെയാണത്. അതിപ്പം സ്വാതന്ത്ര്യത്തിനായതുകൊണ്ട് നമുക്കറിയില്ല, ഗാന്ധിയോടുള്ള ബഹുമാനം കൊണ്ടാണ് എല്ലാവരും നിൽക്കുന്നത്. ഒരു സംശയവും വേണ്ട. അത് നിങ്ങൾ അറിഞ്ഞിട്ട് തന്നെ അതിൽ ഇടപെടണം. ഞാനിത് പറയാൻ കാരണം ഇടപെടണ്ടെന്നല്ല, ശക്തമായ ജനകീയ സമരത്തിന്റെ പിൻബലത്തിൽ മാത്രമേ ഒരു കല്ല് ഇവർ എഴുതി കൊടുത്ത ഡ്രോയിങ്ങിൽ നിന്നൊരു കല്ല് അവർ മാറ്റി, അല്ലെങ്കിൽ അവർ മാറ്റില്ല. നമ്മളെ കാണുമ്പോൾ അതിന്റെ വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ട്, നല്ല മനസ്സിലാകണ്ട, ചെയ്യാം, ഒക്കെ ചെയ്യാം, എല്ലാം ചെയ്തുതരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എഞ്ചിനീയർമാരെ നമ്മളോട് പറഞ്ഞിട്ട് കോൺട്രാക്ടറോട് പറയുമ്പോൾ കോൺട്രാക്ടർ ഈ കടലാസം കാണിക്കുന്നതിന് പിന്നിലെ കടലാസം കാണിക്കും. ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരു ദിവസം ദുരിതം അനുഭവിച്ചിട്ടും അധികൃതർ മിണ്ടില്ല. നമ്മുടെ ജീവന് സുരക്ഷയില്ലാത്തൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ നിൽക്കണേ. എനിക്കറിയാം, ശക്തമായൊരു മഴ വന്നാൽ നിങ്ങൾ എല്ലാവരും പേടിച്ചായിരിക്കും. ണ്ടല്ലോ ഈ തിരിഞ്ഞു പഠിച്ചിട്ടില്ല എന്ന് വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ആഘാതങ്ങൾ എന്തൊക്കെ ഉണ്ടാകുമെന്ന് പരിശോധിച്ച് അത് ഉണ്ടാകുമെങ്കിൽ അതിന് പരിഹാരം ഇത് എന്ന് എഴുതണം. ദൈവമക്കളെ, ഈ സുവർണ അവസരം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. എറണാകുളം പട്ടണത്തിൻ്റെ ഹൃദയഭാഗമാകുന്ന ഈ കുണ്ടന്നൂരിൽ സെപ്റ്റംബർ 12 മുതൽ 15 വരെ വ്യാഴം, വെള്ളി, ശനി, ഞായർ 4 ദിവസം നടക്കാൻ പോകുന്ന ഈ സുവിശേഷ മഹായോഗത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കളെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമുക്കൊന്നിച്ച് സന്തോഷിക്കുവാൻ, ഈ അവധിക്കാലത്ത് നമുക്കൊന്നിച്ച് സന്തോഷിക്കുവാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, സ്വർഗീയ സന്ദേശം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഏവരും കടന്നു വരണമെന്നുള്ള കാര്യം നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട കൊയർ, അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരാണ് വചനം ശുശ്രൂഷിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാക്കും. ദൈവശക്തി നമ്മുടെ മേൽ പകരും. നാം നമ്മുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് നമ്മുടെ കൂട്ടുകാരെ, സ്നേഹിതന്മാരെയൊക്കെ വിളിച്ചുകൊണ്ടുവരണം. ഈ കൊച്ചി പട്ടണത്തിലെ അതേ അനേകർ മയക്കുമരുന്നിന് അടിമകളായി തീർന്നുകൊണ്ടിരിക്കുകയാണ് യൗവനക്കാർ. ആ കുഞ്ഞുങ്ങളെ നേരായ പാതയിലേക്ക് നയിക്കുവാൻ തക്കോണം ദൈവശക്തി മാതാപിതാക്കളുടെ മേൽ വ്യാപരിക്കുന്ന 4 ദിനങ്ങളാണ് ഇവിടെ. ആ 4 ദിനങ്ങളിൽ കടന്നു വന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക്, കുഞ്ഞുങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നേരായ പാതയിലേക്ക് നയിക്കുവാനുള്ള ദൈവശക്തി ഇവിടുന്ന് പ്രാപിച്ചു കൊണ്ടുപോകാനിടയായി തരും. അതേ സ്വർഗത്തിലെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദിവസങ്ങളാണ് 4 ദിവസങ്ങൾ. ആ തിരുവോണത്തിൻ്റെ അന്നാണ് ഈ മീറ്റിംഗ് അവസാനിക്കുന്നത്. ഈ മീറ്റിങ്ങിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.